body massage. We are going to body massage. Excited? Yeah. Yes? Yeah. I'm not excited. You must be excited because you are going to take body massage. I am not taking. Body massage. How to get it out, man? ഗൈസ് ഇത് ഞങ്ങളെ റൂമാണ്. പക്ഷെ ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പൂട്ട് ഡു ലൈക്ക് ദിസ്. യെസ്, ഇവിടെ ആരും ഇല്ല. ഞങ്ങൾ തന്നെയാണ് ലോക്ക് ചെയ്യല്, ഞങ്ങൾ തന്നെയാണ് തുറക്കല് പൂട്ടലൊക്കെ. അപ്പം ഭയങ്കര ടൈറ്റാണ് ഇത്. ഇറ്റ്സ് ഹാർഡ് ഗൈസ്. റിയലി വി ആർ ഗോയിങ് ടു ബോഡി മസാജ്. അപ്പം ഇന്ന് നേരെ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് നേരെ താഴെ ഒരു മസാജ് സെൻറ്റർ ഉണ്ട്, ലൈക്ക് സലൂൺ, ബാർബർ ഷോപ്പ് ആൻഡ് മസാജ് സെൻറ്റർ. അപ്പം ഇന്ന് പോയിട്ട് ഒരു ബോഡി മസാജ് എന്ന് വിചാരിക്കും ഭയങ്കരതായ തെറ്റിദ്ധാരണകളുണ്ട്. അത് പാടില്ല ഗൈസ്. ഇത് തായ്ലാൻഡ് പട്ടായല്ല. പിന്നെ തായ്ലാൻഡ് പട്ടായനും ഞാൻ കുറ്റം പറയുന്നില്ല. ബോഡി മസാജ് പല രീതിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ എല്ലാം അപ്പത്തിന് ഓടി വന്നിട്ട് എനിക്ക് മനസ്സിലായി ഈ എന്ത് മസാജിനാണ് പോകണമെന്ന്. അതിനല്ല. കെനിയ ബോഡി മസാജിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. മസാജ് ചെയ്യാന്നൊക്കെ വെച്ചാൽ നോർമലാണ്. നമ്മളെ ബോഡിക്ക് റിലാക്സേഷൻ കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്. പിന്നെ പേഴ്സണലി ഐ തിങ്ക് ഫുൾ ബോഡി മസാജ് ഉണ്ട്, അത് എടുക്കുന്നില്ല. ഞാൻ ഹെഡ് മസാജും ലൈക്ക് ബാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ ദെയർ. പുള്ളി ആദ്യം അവിടെ പോയിട്ട് സംസാരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് അവിടുത്തെ ഇതെന്ന് അറിയില്ല. ഇവനിതുവരെ പൂട്ടിക്കഴിഞ്ഞിട്ടില്ലേ? നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ഈ വീഡിയോ കണ്ടിട്ട് ഇത് ചെറിയ കുട്ടികൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെങ്കിൽ ഗൈസ്. അപ്പം ലെറ്റ്സ് ഗോ ടു മസാജ്. ഇതാട്ടോ നമ്മളെ ബിൽഡിങ്ങിൻ്റെ സൈഡ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. അവിടെ ഗഫാർ ബൈ ഫസ്റ്റ് തന്നെ പോകുന്നുണ്ട്. ഞാൻ പറയല്ലേ, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും ഒരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ പോയി എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കേസാണ്. ഗഫാർ ബായിക്ക് ഉണ്ടല്ലോ ഒരു മടിയില്ല. ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമായിരുന്നു ഇത്രയും നേരം. മൂപ്പരെ ഇൻട്രോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഭയങ്കര നല്ല കസ്റ്റൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാണ്ടല്ലോ. ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല. രണ്ടുപേരും ക്യാമറ ഒക്കെ ആയിട്ട് ഉള്ളിൽ കയറി ചെല്ലണം. तो जनाब आज बकरा हलाल होने जा रहा है. तो बैक बॉडी मसाज का जो प्राइस है 1000 shillings है. Okay. Our guys, we are entering to what is the shop name? There is Salon. Only saloon, right? അപ്പം ഇതിൻ്റെ ഉള്ളിൽ പാട്ടൊക്കെ വെച്ച് വൻ വൈബാണ്. നമ്മൾ വന്നപ്പോൾ ഒരു ക്യൂട്ട് കുട്ടിയുണ്ട്. സേ ഹായ്. ലോൾ ഹായ് പറയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു നോർമൽ ബാർബർ ഷോപ്പ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ മസാജ് കാര്യങ്ങൾ എല്ലാം ചെയ്യുക. 1, 2, 3, 4, 5 പേർക്ക് ഉണ്ടല്ലോ അവിടെ ചെയ്യുന്നുണ്ടോ? ദേ ആർ ഡൂയിങ് ഹെഡ് മസാജ്. നോ ദാറ്റ് ഗൈ ഇസ് ഡൂയിങ്. അപ്പം ഇതാ ഇവിടെ നമ്മളെ പുള്ളിക്കാരനുണ്ട്. ഇവിടെ ആർക്കും മുടിയൊന്നും ഉണ്ടാവില്ല കണ്ടോ, മസാജ് കാര്യങ്ങൾ. ഇത് നമ്മളെ സെപ്പറേറ്റ് റൂം. ഇതാണ് നമ്മളെ മസാജ് റൂം. ഹായ്, ഹൗ ആർ യു? ഇവിടെ കുളിക്കാനുള്ള സെറ്റ്. വി ക്യാൻ ടേക്ക് ബാത്ത് ഓൾസോ ഫ്രം ഹിയർ. എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പം ഈ എൻ്റെ എന്ത് മസാജാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫ്രം ഹിയർ ദേ ഡു മസാജ്. ഓക്കെ, ഐ വിൽ ഷോ ദിസ് ഷോപ്പ് ഫസ്റ്റ്. ഓക്കെ, അപ്പം അവിടെ നിന്നാണ് മസാജ് കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്ത് അതേ തുണി തന്നെയാണ് വീട് യൂസ് ചെയ്യുന്നത്. പക്ഷെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു വീട്ടിൻ്റെ അടുക്കള എന്നൊക്കെ തോന്നും. മസാജ് നോക്കി റെഡി. ഇതിനാണ് വന്ന്. വേറെ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊന്നും വേണ്ട. You're giving nice massage by seeing. I didn't take, but I can feel by seeing. Ready? So बकरा ready है हलाल होने के लिए? Ready? I am ready for the massage, guys. How to do it? Okay, we need to close. Just lock. 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 ഇവനുണ്ടായതുകൊണ്ട് സമാധാനം ഉണ്ട്. You take the camera. बकरे को हमने बंद कर दिया है. I'm going for the massage. अभी होने जा रहा है हलाल. I need to remove. My body. People will see my body. Just like this. Or Yeah. like this. Okay. Guys.
How are you feeling now? Feeling good? How? Nothing happened and how you feel good? No. This is my first time actually. Nothing happened so far. This is my first time Yeah. going for a massage. I never took this body massage, man. Really? Yeah. അപ്പോൾ ഗൈസ് മസാജിന് വേണ്ടി കിടപ്പാണ്. ഓ ദേ ഓൾറെഡി സ്റ്റാർട്ട്. കൊള്ളാം. ഇവരെ കൈയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇരുമ്പ് പോലെ ഉണ്ട്. പിന്നെ ആഫ്രിക്കക്കാരായതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഒരു സോഫ്റ്റ്നെസ് ഇല്ല. ഇപ്പം ഉണ്ട്. യെസ്, ഡൂയിങ് മസാജ്. യു ടേക്ക് ലൈക്ക് ദിസ് ആംഗിൾ. You want us to massage or hand you deep massage? Sorry? Which massage do you want? Like what kind of? There is Swedish, Singlish? yeah. Sweet massage, Sweet massage. yeah. Then Kuna deep massage, Kunadik massage. yeah. What is the difference? Okay, deep massage is that you place, Okay. yeah. Yeah. Swedish is very Soft. Yeah. Then the Swedish the same, same. yeah. So which one is better? You tell me. For you, Yeah. Swedish. Swiggish. Yeah. Okay, try Swiggish. Okay. Guys, I am taking Swiggish massage. Yeah. Swiggish massage എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യാന്നാണ്. പിന്നെ ചേച്ചി, വാട്ട് ഈസ് യുവർ നെയിം? Is the shop name? Cass. Yeah, Cass Babashop. കാസ് സുഭാഷം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയാണ് കേട്ടോ. നമുക്കിത് ചെയ്തു തരുന്നത് ആഫ്രിക്കയിലാണ്. സംഭവം കൊള്ളാം. ഗഫാർ ഭായ് ഇവിടെ ഉണ്ട്. ഗഫാർ ഭായ്, യു വാണ്ട് ടു ഡു? No. യു നോ വൈ? What I will do with massage? I did not take. യു വിൽ നോട്ട് ടേക്ക്. You are taking, that is fine for me. സത്യം പറയട്ടെ, ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. बकरा मेरा खुश हो रहा है. കുശു ഓന്റെ കുശു. पूरा खुश हो रहा है. ഇവരെ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് What is your name? ഞങ്ങൾക്ക് Yeah. അവന്റെ Another name? ഞങ്ങൾ ആക്ച്വലി ഇതൊരു കണ്ടന്റിന് വേണ്ടി ചെയ്യാട്ടോ. നിങ്ങൾ വേറെ വിചാരിക്കരുത്. എനിക്കറിയാം ഈ വീഡിയോ കണ്ടിട്ടുള്ള കമന്റ് മൊത്തം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങളത് ബിൽഡിങ്ങിന് നേരെ താഴെ. ഞങ്ങൾക്ക് എത്യോപ്യൻ വിസ കിട്ടിയിട്ടില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ അവർ എത്യോപ്യൻ വിസ. സോ ഓരോ കണ്ടന്റ് എടുക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ഇങ്ങനത്തെ കണ്ടന്റ് നാട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ പിടിച്ചു പിടിക്കുന്നു ഗൈസ്. നമ്മളെ കൈയിനൊക്കെ എന്ത് വേദന ഉണ്ട് എന്ന് ഇപ്പോഴാട്ടോ മനസ്സിലാവുന്നത്. ഒരു ഉടായ്പ മസാജ് ഒന്നല്ല, അത്യാവശ്യം നല്ലോണം ചെയ്യുന്നൊക്കെ ഉണ്ട്. എൻ്റെ കൈ പൊടിയല്ലോ. ആഫ്രിക്കക്കാരെ കൈയാകൊണ്ട് പറയാണ്. ഒടുക്കത്തെ വേദനയാണ്. ഇവരെ പാറ പോലെയുള്ള കൈയാണ്. മറ്റേ സിമെന്റ് കൂട്ടിയിട്ട് അടിക്കൂലേ, അതുവരെ അടിക്കിട്ടു. कैसा feel आ रहा है? How do you feel now? It's good, man. Very good. Yeah. You want to go to home or udhar hi? What she's doing? Okay, പഴുത്തിനുണ്ട് കേട്ടോ അച്ഛന്. So now this water, Yeah. for you are going to bath him? Yeah. Okay. अभी ये मैडम यासीन भाई को नहलाने जा रही है. നേരെ കുളിപ്പിക്കാനാ പറഞ്ഞിട്ട്. ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചിരിക്കുക. It's very much. It's okay, now it's fine. First time everyone gives like a reaction you gave right now. ഇതെല്ലാം സുഖം കിട്ടും.
വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവും. ചേച്ചി അത്ര പോരാന്നുള്ളത് എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ. ഗഫാർ ഭായി എന്തൊക്കെ Good up. Yeah. Thank you, Dinda. Welcome. So we are going outside now. How is your? I will tell you first. It's good. Everything is fine. So you want full body massage? No. I feel some pain back right now. Sweet pain. Yeah, it's paining actually right now. Yeah, after it will be massage. fine. You want full body massage? No, it's okay. Why? Why? After some time. Okay. Okay. Oh guys, എൻ്റെ പിന്നെ ബാക്ക് ഇപ്പൊ ഭയങ്കര വേദന ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദന. ചേച്ചി വാട്ട് യു ഡു? എന്തെന്നെ ചെയ്തേ? അപ്പോൾ like 30 minutes, right? Yeah. The back. How much it will cost? For 1,000. For head massage? 300. Yeah. അപ്പോൾ head massage കുറവാണ്. Can you come here? This is original? Sorry? This is original, your hair? No, these are not original. Can I see? Yeah. Guys, original അല്ല കേട്ടോ. നമ്മൾ ഈ ഇതില്ലേ ചാക്കുനൂല് വെച്ച് കെട്ടിയ എൻ്റെ ചേച്ചിൻ്റെ ഈ മുടി കണ്ടിട്ട്. അപ്പം നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഹെഡ് മസാജ് ഗൈസ്. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ബോഡി പെയിൻ ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പം മുന്നില്ലാത്ത ബോഡി പെയിനൊക്കെ ഇപ്പോഴാണ് വന്നത്. നമ്മളെ ബോഡി മസിലൊക്കെ റിലാക്സ് ആകുമ്പോഴാണ് പെയിൻ തോന്നുന്നത്. Next we are going to head massage. Thank you. Okay. അപ്പം ഇത് മറ്റേ സുരാജ് മറ്റേ എണീച്ച് പോകുന്നവര് അയ്യോ. ഓക്കെ, താങ്ക് യു. ഇവിടെ ആയിരുന്നു ഞാൻ കിടന്നത്. ഇനി ഇവിടെ നമ്മളെ ചേച്ചീനെ വെച്ച് നമ്മൾ ഹെഡ് മസാജ് ചെയ്യുന്നതാണ്. ഓ, ചേച്ചിയിലൂടെ വരാൻ പറയൂ. അടുത്ത ഹെഡ് മസാജിനുള്ള ടൈം. Guys, ചിരിക്കുന്നുണ്ട്. ഒരു ഹെഡ് മസാജിന് നമ്മൾ അടുത്ത ചേച്ചിന് കിട്ടുമെന്നുള്ളത് നോക്കിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ഹെഡ് മസാജ്. Can I put t-shirt? ഈ ചേച്ചിയാണ്. ഈ ചേച്ചീൻ്റെ ആണ് അടുത്ത ഹെഡ് മസാജ്. ഹെഡ് മസാജ് 300 ഏതായാലും വന്ന്. അപ്പോൾ ഇത് ചെയ്യാം. 1300 റുപ്യ ടോട്ടൽ വരും. 1300 റുപ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 900 രൂപ വരും കേട്ടോ. എനിക്കൊന്ന് വില കുറച്ച് കൂടുതലാണ് ഇവിടെ. ചേച്ചി ഒരു ഷാൾ ഇടുന്നുണ്ട്. ഓക്കെ, പാട്ടീശ്വറിനെ മൂസി മാസി. ഓക്കെ, മാസി ചേച്ചിയാണ് നമുക്ക് ഹെഡ് മസാജ് ചെയ്യുന്നത്. Delivery, I think, has been okay. First couple, Rocker had that chance, didn't he, to make contact and see if they can here. Oh, you have to go there first. We need to wash our hot water. It's good. He likes hot water. Yeah. Same size as he's taller than what he wants to. Doesn't need to do that. It's a problem, so I think better to get Don't sleep, baby. Get up. पहले ही हेड वॉश करते हैं. Firstly they do head wash, then after that they let them sit over here. kerosene in the pocket, right They there. are using oil. And then he slips right through. എന്തോ ഒരു ഓയിൽ ഇട്ടതിന് Very tight. Had it ended up in the back of the net, but Moreno does great. Doing everything right. Get back behind your goalkeeper when he comes out. Gets his knee on that and sends it out for a corner. Really good defending. So nearly one apiece into Leeds corner. Oh guys, And Ings, a combination of the two of them to get that one ക്ലിയർ right. കിട്ടുന്നില്ല. Yes, here. See this angle is Very confident forward right This is now. awesome. It's Rodrigo, and he scored 7 times in his last 8 games for Leeds United. It's away by Buendia, but can't keep that ball in play. Lucky, yeah. Rodrigo. Love the run, Pariza. Moreno doing really well to get back and make sure. ഇന്നിപ്പോ തലവേദനയും വേദനയും
11 goals this campaign for Rodrigo so far. It's his best campaign for Leeds by quite some way. Since 2023, the digital form was resourced around one goal lead. Let's go! 2 draws, 2 defeats. They are a team who can be very up and down, very inconsistent. A team who concede far too many goals. They went behind here after only 2 minutes tonight. But can they claw something back from this one here this evening as they try and inch their way away from that danger zone in the Premier League? It's Aston Villa who get the game going here once again. Leon Bailey's early goal separates the 2 sides. Martinez though with that save at the end of the first half. पूरा खो गया है, पूरा खो गया है. To maintain their advantage. A very slender one, Villa with only 1 attempt on target, and that was the only goal we've seen so far today. And I think second half for Aston Villa, they've got to find ways to get the ball up to Danny Ings, perhaps a little quicker. He's not as good at retaining the ball high up the field. That's what Ollie Watkins does particularly well. So Villa under pressure from Leeds, of course. Are serving the ball long at times up to the centre forward. He's got to try and get hold of it and hang on to it a little better than he has. Aronson, Done? nice touch. Yes, so we are done. ചേച്ചി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ തല 4 പീസാക്കിയിട്ടുണ്ട് ചെരിച്ച് ഒടിച്ചിട്ട്. സോറി. ഓക്കെ, ലെറ്റ് മീ ടോക്ക് ഗൈസ്. താങ്ക് യു. വാട്ട് അബൌട്ട് മണി? You already talking. Almost in chilies I have paid you 3,000. ഗൈസ്, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ പൈസ ഇല്ല. മസാജൊക്കെ ചെയ്തിട്ട് പൈസ ഇല്ലാതെ പറഞ്ഞ അവസ്ഥയാണ്. ഡോളർ ഉണ്ട്, തൽക്കാലത്തൊക്കെ ഒരു $20 കൂടെ കൊടുത്തിട്ട് ഞങ്ങൾ പോയിരിക്കുകയാണ്. ഷില്ലിങ്ങിലോട്ട് മാറ്റണം. അപ്പം താങ്ക് യു. അപ്പോൾ ഫുൾ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം എൻ്റെ തലയും ബാക്കോട് ഭയങ്കര പെയിന്. നിങ്ങൾ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മസാജൊക്കെ ചെയ്യണം കേട്ടോ. അയ്യോ, അപ്പോഴാണ് ഒരു സുഖമൊക്കെ കിട്ടുക. ബട്ട് അപ്പം ഗൈസ്, ഞങ്ങൾ വിശന്നിട്ടും വയ്യ, ഞങ്ങൾക്ക് ഫുഡെല്ലാം ഉണ്ടാക്കണം. ഹൗ ഇസ് ഇറ്റ്? യു ഡോണ്ട് ഹാവ്. അപ്പം ഇവൻ എന്താക്കിയറിയോ? ഇവൻ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കി. യു ചിക്കൻ മീ. ഐ നോ ദാറ്റ്. ഇവനിപ്പം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? ഇവൻ്റെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരാണ് പോലും. പിന്നെ ഭയങ്കര ഇതാണ്, കുറച്ചുകൂടിയും പിന്നെ കഴിഞ്ഞാലേ സെറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റാണ്. വി വിൽ ബൈ സംതിങ് ഫ്രം ഹിയർ. അപ്പം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാലൊക്കെ പിന്നെ പെയിനാണ്. ഇവരെ മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു മസാജിനും പോയിണ്ടോ എൻ്റെ ജീവിതത്തിൽ? ഇല്ല. എൻ്റെ പെങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് തന്നല്ലാതെ പെങ്ങളും ചെയ്തിട്ടില്ല, കുരുപ്പും ചെയ്തിട്ടില്ല, ആരും ഇതുവരെ മസാജ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് പിന്നെ അതന്നെ ഇതൊരു മസാജ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും പിന്നെ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഹാർഡായിട്ടാണ് ചെയ്യാന്ന് അറിയില്ല. ഇവർ ഇവിടുത്തെ ആഫ്രിക്ക ആൾക്കാരെ പോലെ എന്നെ പിടിച്ച് ഉട്ടി 4 പീസാക്കി. He was about to sleep there. Yeah. Acha. Yeah, Seal Bhai is asking that he is going to promote himself. Okay. Simply telling you guys, actually the thing is, मेरे पास पहले बहुत सारे मलयाली सब्सक्राइबर्स थे, बहुत सारे. Okay. But they were not watching my videos because क्योंकि मेरा हिंदी वीडियोस था और मलयाली लोगों को हिंदी नहीं आता है. Yes. तो इसलिए मैंने कहा कि चैनल का नाम क्या प्रमोट करना क्या नहीं करना है. बट चलो मैं आकर फिर भी थोड़ा सा मैं बता देता हूँ. हिंदी में इसलिए बता रहा हूँ कि अगर आपको हिंदी समझ आती है, इफ़ यू पीपल आर नोइंग लिटिल बिट हिंदी, अगर आपको हिंदी आती है समझ, तो माय चैनल नेम इज़ गफार व्लॉग्स. Now I translate what you told. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് പണ്ട് കുറേ മലയാളി സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിരുന്നു ഞങ്ങൾ അന്ന് കാശ്മീരിലൊക്കെ പോയപ്പം. പക്ഷേ മലയാളികൾക്ക് ഹിന്ദി മനസ്സിലാവില്ല, അതുകൊണ്ട് പുള്ളീൻ്റെ വീഡിയോസ് ആരും കാണണമെന്നില്ല. പിന്നെ പുള്ളി ഹിന്ദിയിലും ഞാൻ മലയാളത്തിലുമാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് വേണമെങ്കിൽ പേരിപ്പോൾ പറയാം, ഗഫാർ വ്ളോഗ്സ് എന്നാണ് പുള്ളീൻ്റെ ചാനലിൻ്റെ പേര്. I request only Hindi knowing. I don't want Malayali because subscriber will come and they don't watch videos. Yes. अगर आपको हिंदी आते हैं तब सब्सक्राइब करो, नहीं तो leave. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് വി ആർ ക്ലോസിങ് ദിസ് വീഡിയോ. Okay. ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, ഫോർ കണ്ടന്റ് വി ജസ്റ്റ് കെയിം. ഞാനെന്തിനാ ഇംഗ്ലീഷ് പറഞ്ഞ് കഷ്ടപ്പെടുന്നത്? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു കണ്ടന്റ് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്ന് വീഡിയോ എടുത്തത്. ഇപ്പം നത്തിങ്, വേറെ ഇതിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കേണ്ട. തമ്പിനെയിൽ ക്യാപ്ഷനും തമ്പിനെയിലും നിങ്ങൾ ഒന്നും പറയരുത്, കാരണം റോക്കി ബായ്ക്ക് അങ്ങനത്തെ ക്യാപ്ഷൻ ഇഷ്ടമല്ല, ഏത് നെഗറ്റീവ് ക്യാപ്ഷൻ. ബട്ട് പീപ്പിൾ ലൈക്ക് നെഗറ്റീവ് ക്യാപ്ഷൻ. സത്യസന്ധമായിട്ട് ക്യാപ്ഷൻ ഇട്ടാൽ നിങ്ങൾ വീഡിയോ കാണില്ല. ഇനി എത്ര നല്ല വീഡിയോ ആയിട്ടും കാര്യമില്ല, ഒരു കുഞ്ഞായ്മ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ക്ലിക്ക് ബൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണും. അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് എന്നെ അറിയുന്നതുകൊണ്ട് ഒരു പിന്നെ കുറ്റമൊന്നും പറയലില്ല. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ. പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് എനിക്ക് വയ്യ, എന്തൊക്കെയാണോ